everyone, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ ജേർണിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇതൊന്നും എന്താ പറയുക, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എൻ്റെ പേഴ്സണൽ യൂസിനായിട്ട് ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇത് എനിക്ക് വർക്കായിട്ടുണ്ട്, അതുപോലെ ഞാൻ കുറച്ച് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കും ഇത് ഓക്കെയാണ്. ഒരു പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്ക് ഇത് വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹെയർ ടൈപ്പും സ്കിൻ ടൈപ്പും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം വാങ്ങിച്ചാൽ മതി. ഇവന്തോ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ, അല്ലാതെ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല. അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ ചില പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് വർക്ക് ചെയ്യില്ല. അത് പ്രൊഡക്ട്സിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ അല്ലെങ്കിൽ ഹെയറും സ്കിന്നിൻ്റെയും ഇഷ്യൂസാണ്. ചിലർക്ക് നമ്മുടെ സ്കിൻ ടൈപ്പൊക്കെ അല്ലെങ്കിൽ ഹെയർ ടൈപ്പൊക്കെ അറിയാതെ നമ്മൾ പല പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാറില്ല. സോ അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിഹൈൻഡ് ദ റീസൺ എന്ന് പറയുന്നത്. എനിവേ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പം ഞാൻ മുൻപിലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പ്ലമ്മിൻ്റെ ഒരു ഷാമ്പുവിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അത് ഇതാണ് സംഭവം കേട്ടോ. ഈ ഷാമ്പുവാണ്. ഇതിൻ്റെ പ്രൈസ് വന്നത് 349 റുപ്പീസാണ്. ഇത് 250 ml ആണ്. കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഷാമ്പു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നല്ല സ്മെല്ലാണ്. നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മുടെ ഓയിലി സ്കാൽപ്പാണെങ്കിൽ ഇത് അങ്ങനെ ഒരു ഓയിലിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഷാമ്പു അല്ല, വളരെ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ആണ്. നമ്മൾ ഭയങ്കര ഡീപ്പ് ഓയിലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ആ ഒരു സ്റ്റിക്നെസ് പോവില്ല. ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ആവുമെങ്കിലും നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കില്ല. അതേപോലെ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല കോക്കനട്ടിൻ്റെ, നമ്മുടെ കോക്കനട്ട് ചോക്ലേറ്റ് മറ്റുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് റീസെൻ്റ്ലി ആണ് നമ്മൾ ബ്രാൻഡായിട്ട് കൺവേർട്ട് ചെയ്തത്. ഇതിന് മുൻപുള്ള വീഡിയോസിൽ നോക്കിയാലും അറിയാൻ പറ്റും, ഞാൻ കാച്ചിയ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മളൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് ബ്രാൻഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ഓയിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വീക്ക്ലി വൺസ് ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കാസ്റ്റർ ഓയിലും കൂടെ യൂസ് ചെയ്യും. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഓയിൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഉള്ളത് നമുക്കൊരു ലിവിങ് കണ്ടീഷണർ ഉണ്ട്. ഇതിന് മുൻപുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലിവിങ് കണ്ടീഷണർ പറ്റി. ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത് ലിവിങ് കണ്ടീഷണറാണ്. നമുക്കിത് എന്താ പറയുക, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്. നമ്മൾ ആഫ്റ്റർ ഷാമ്പു വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിവിങ് കണ്ടീഷനാണ് ലോറിയലിലെ ഡ്രീം ലെങ്ത് എന്ന് പറയുന്ന ഈ സംഭവം. ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടാവാനാണ് സാധ്യത. 499 റുപ്പീസാണ്. അത് ഇപ്പോൾ വേരി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 200 ml ഓഫ് പ്രൊഡക്റ്റിന് നിയർലി ഒരു 500 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓഫേഴ്സൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇത് വേരി ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും ഭയങ്കര അടിപൊളി സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ മുടി ഭയങ്കര സോഫ്റ്റ് ആവും. നമുക്ക് ചീവുന്ന സമയത്തൊക്കെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ സാധനം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് ഈ ലോറിയലിൻ്റെ ഹെയർ സിറം. ഇതെല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണല്ലോ. ഇത് ഭയങ്കര എന്താ പറയുക, എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഇത് ആപ്റ്റാണെന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രീ ഹീറ്റ് പ്രൊട്ടക്ഷൻ സിറമായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസും 100 ml ഓഫ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്കിത് ഭയങ്കര മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര എപ്പോഴും നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് എപ്പോഴും ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കുമെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് താളി യൂസ് ചെയ്യാം. വീക്കിലി ട്വൈസ്, അതായത് 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ഒരിക്കൽ നമുക്ക് താളി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും താളി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശിക്കക്കായ, അങ്ങനെ റിത്തക്ക പൗഡർ വെച്ച് ഇതിന് മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഈ ഹെയർ ക്ലെൻസറാണ് കേട്ടോ.
ഞാൻ വീണ്ടും പറയുന്നു, ഇത് റീസെൻ്റ്ലി ആണ് നമ്മൾ ഇതിനെ ബ്രാൻഡായിട്ട് കൺവേർട്ട് ചെയ്തത്. ഇതിന് മുൻപും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഹെയർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുൻപുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ താളിയും അല്ലെങ്കിൽ ശിക്കാക്കായ് പൗഡറും റീത്ത പൗഡറൊക്കെ വെച്ച് നമ്മൾ ഹെയർ വാഷിങ്, ഈവൻ ദോ നമ്മൾ ഇതൊന്നും ഇല്ലാച്ചാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫെനിഗ്രീക്ക് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇഷ്ടംപോലെ ഹോം റെമഡീസൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ കണ്ടെത്തേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടണം എന്നുള്ളത് നിങ്ങൾ തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അത് മേ ബി എല്ലാവർക്കും ഇത് വർക്കാവണമെന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഹെയർ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.